മാധവ, ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് ഉദ്ധവൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആവശ്യമുള്ളപ്പോൾ ആരും ചോദിക്കാതെ സഹായിക്കണമെന്നാണ് യഥാർത്ഥ സുഹൃത്ത്. ഉദ്ധവൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് പകിടകളി നടക്കാൻ അനുവദിച്ചത്? യുധിഷ്ഠിരൻ, എല്ലാം പണയം വെച്ചു, നിങ്ങൾ നോക്കി നിന്ന്. ഭഗവാൻ പറഞ്ഞു, വിവേകികൾ മാത്രമേ വിജയിക്കൂ. അത് സൃഷ്ടിയുടെ നിയമമാണ്. ദുര്യോധൻ തന്റെ ഭാഗത്ത് നിന്ന് ശകുനിയെ കളിക്കാൻ നിയോഗിച്ച്, എന്നാൽ യുധിഷ്ഠിരൻ അങ്ങനെ ചെയ്തില്ല. പകരം എന്നെ വിളിക്കാതെ ഞാൻ സഭയിൽ വരരുത് എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. ഉദ്ധവൻ പറഞ്ഞു, ഇതിനർത്ഥം നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രമേ പോകുമെന്നാണോ? കുഴപ്പത്തിലായ ഭക്തരെ സംരക്ഷിക്കാൻ നിങ്ങൾ സ്വമേധയാ പോകില്ലേ? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവ, ഈ ലോകത്ത് ഓരോരുത്തരുടെ ജീവിതം സ്വന്തം കർമ്മവും അതിന്റെ ഫലങ്ങളുമാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ അത് നിയന്ത്രിക്കുന്നില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം കാണുന്നു. അതാണ് ഈശ്വരധർമ്മം. ഉദ്ധവൻ പറഞ്ഞു, ഇതിനർത്ഥം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുകയും ഞങ്ങളുടെ എല്ലാം ദുഷ്പ്രവൃത്തികളും നിരീക്ഷിക്കുകയും ചെയ്യും എന്നാണ്. ഞങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങ് ഞങ്ങളെ സാക്ഷിയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പാപങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കണമെന്നും അതിന്റെ അനന്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, വാക്കുകളുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണം. ദൈവം കാണുന്നില്ല എന്ന് കരുതുമ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ അവൻ ആദ്യം എന്നെ അവഗണിക്കുന്നു. ഇവിടെ ദൈവം ഇല്ല എന്ന് കരുതുന്നു. എന്നാൽ ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ട് സാക്ഷിയായി എന്ന ബോധം ഉണ്ടെങ്കിൽ മനുഷ്യൻ തെറ്റുകൾ ചെയ്യുമോ? ഒരിക്കലുമില്ല.